نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ കിതാബു ത്വഹാറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ അധ്യായങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വുദൂഇനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സംസാരിച്ചത്. വുദൂഇൻ്റെ നിബന്ധനകളെ സംബന്ധിച്ച്, അതേപോലെ തന്നെ നിർബന്ധമായ ഫുറൂദുകളെ സംബന്ധിച്ച്, അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച്, അതേപോലെ വുദൂ ചെയ്യാൻ സാധിക്കാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വുദൂഇൻ്റെ വെള്ളം എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മുറിവോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഖുഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ദർസുകളിൽ സംസാരിച്ചത്. ഇനി വുദൂ എങ്ങനെ ചെയ്യണം എന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് വുദൂ എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച അധ്യായമാണ്. ബാബുൻ ഫി ബയാനി നവാഖിദുൽ വുദൂ. വുദൂഇൻ്റെ നാഖിദുകൾ, വുദൂ മുറിക്കുന്ന കാര്യങ്ങൾ, ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് പറയുന്ന വിശദീകരിക്കുന്ന അധ്യായമാണ്. മുസന്നിഫ് പറയാണ്, അറഫ്ത മിമ്മാ സബഖ കൈഫ യത്തിമുൽ വുദൂഉ ബിശുറൂതിഹി വഫുറൂദിഹി വസുനനിഹി കമാ ബയ്യനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞ ബാബുകളിലൂടെ, അധ്യായങ്ങളിലൂടെ എങ്ങനെയാണ് ഒരാൾ ഷുറൂത്തുകളും ഫുറൂദുകളും സുനനുകളുമെല്ലാം പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ എങ്ങനെ വുദൂഇനെ പൂർത്തിയാക്കാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അത് നീ മനസ്സിലാക്കിയപ്പോൾ ഫകുന്ത ബിഹാജത്തിൻ ഇലാ മാരിഫത്തി മാ യുഫ്സിദു ഹാദൽ വുദൂ വയൻകുദു. ഈ വുദൂഇനെ ഫസാദാക്കി കളയുന്ന, നശിപ്പിച്ച് കളയുന്ന, അത് മുറിച്ച് കളയുന്ന കാര്യങ്ങൾ ഏതാണെന്ന് കൂടി അറിയൽ, അതിലേക്ക് നീ ആവശ്യക്കാരനായിട്ടുണ്ട്. കാരണം എന്താണ്? ലിഅല്ലാ തസ്തമിറ അലാ വുദൂഇൻ ഖദ് ബതല ഹുക്മു. നിഷ്ഫലമായി കഴിഞ്ഞ വുദൂഇന്റെ മേൽ നീ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിനക്ക് വുദൂ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ വുദൂഇൽ നീ ചിലപ്പോൾ എന്ത് ചെയ്യും? തുടരും, വുദൂ ഉണ്ട് എന്നുള്ള നിലയിൽ. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫത്തു അദ്ദി ബിഹി ഇബാദത്തൻ ലാ തസ്ഹു മിൻക. നീ ചിലപ്പോൾ അത് മുഖേന ഇബാദത്തുകൾ അനുഷ്ഠിക്കുമ്പോൾ എന്താവില്ല, സ്വഹീഹാവുകയില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വുദൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? അറിയൽ അനിവാര്യമാണ്. അതിനാൽ ഫഅലം അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമേ നീ അറിയണം, അന്ന ലിൽ വുദൂഇ മുഫ്സിദാത്തിൻ ലാ യബ്ഖാ മഅ വാഹിദിൻ മിൻഹാ ലഹു തഅസീറുൻ. വുദൂഇന് ചില മുഫ്സിദാത്തുകളുണ്ട്. അതായത് അതിനെ ഫസാദാക്കി കളയുന്ന, നശിപ്പിച്ച് കളയുന്ന ചില കാര്യങ്ങൾ വുദൂഇനുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോടുകൂടെ ആ വുദൂഇന്റെ സ്വാധീനം, തഅസീർ പിന്നെ ഉണ്ടാവില്ല. വുദൂ കൊണ്ട് എന്താണോ ഗുണം അതെന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഫയഹ്താജു ഇല ഇസ്തിനാഫിഹി, അപ്പോൾ മിൻ ജദീദ്, പിന്നെ പുതുതായിട്ട് വീണ്ടും എന്ത് ചെയ്യണം? വുദൂ എടുക്കുന്നതിലേക്ക് നീ ആവശ്യക്കാരനായി മാറും. عند إرادته مزاولة عمل من الأعمال التي يشرع لها الوضوء. വുദൂ നിയമമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു അമല്
അമലിൽ ഏർപ്പെടാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും വുളൂ ചെയ്യൽ അനിവാര്യമാകും. അങ്ങനെ വുളൂഇനെ മുറിച്ച് കളയുന്ന ചില കാര്യങ്ങളൊന്നുണ്ട് ഉണ്ട്. വഹാദിഹിൽ മുഫ്സിദാത്തു തുസമ്മ നവാഖിദ്. ഇവകൾക്കാണ് നവാഖിദുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വുളൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾക്കാണ്, ഫസാദാക്കി കളയുന്നതിന് നവാഖിദ് എന്ന് പറയും. അതേപോലെ തന്നെ തുസമ്മ മുബ്തിലാത്ത്, ബാത്തിലാക്കി കളയുന്ന മുബ്തിലാത്തുകൾ എന്നും അതിന് പറയലുണ്ട്. അപ്പൊ നവാഖിദുൽ വുളൂ എന്ന് പറയും, അല്ലെങ്കിൽ മുബ്തിലാത്തുൽ വുളൂ എന്നതിന് പറയും. രണ്ടിന്റെ അർത്ഥം വൽ മഅന വാഹിദ് ഒന്ന് തന്നെയാണ്. വഹാദിഹിൽ മുഫ്സിദാത്തു അവിൻ നവാഖിദു അവിൽ മുബ്തിലാത്ത്. ഈ പറയുന്ന മുഫ്സിദാത്തുകൾ, ഫസാദാക്കി നശിപ്പിച്ച് കളയുന്നവകൾ, മുറിച്ച് കളയുന്നവകൾ, ബാത്തിലാക്കി കളയുന്നവകൾ, ഉമൂറുൻ അയ്യനഹ ശാരിഅ, അത് ശാരിഅയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യങ്ങളാണ്. വുളൂ മുറിയുന്നത് എപ്പോഴാണ്? അത് നമ്മൾ ഉണ്ടാക്കിയ ചില നിയമങ്ങളല്ല, അള്ളാഹു തന്നെയാണ് എന്ത് ചെയ്തത്? പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ കാര്യം കൊണ്ട് വുളൂ മുറിയും എന്നുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ശാരിഅ പഠിപ്പിച്ചിട്ടുണ്ട്. വഹിയ ഇലൻ തുഅസ്സിറു ഫി ഇഖ്റാജിൽ വുളൂഇ അമ്മാ ഹുവൽ മത്ലൂബു മിൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് ചില കാരണങ്ങളാണ്. അത് മുഖേന എന്ത് ചെയ്യും? വുളൂഇനെ എന്താണോ വുളൂഇന്റെ ലക്ഷ്യം, വുളൂ കൊണ്ട് തേടപ്പെടുന്നത്, അതിൽ നിന്ന് പുറത്ത് കളയുന്നതായ ചില കാരണങ്ങളാണ് ഈ പറയുന്ന നവാഖിദുകൾ. ഇത് രണ്ട് രീതിയിലാണ് മുസ്ലിഫ് അതിനെ വിശദീകരിക്കുന്നത്. ഇങ്ങനെയാണ്, രണ്ട് രീതിയിലാണ് വുളൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. ഒന്ന് വഹിയ ഇമ്മ അഹദാസുൻ തൻഖുദുൽ വുളൂഅ ബിനഫ്സിഹ. ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? അത് വുളൂഇനെ അത് തന്നെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. ആ കാര്യമുണ്ടായാൽ ആ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വുളൂ മുറിഞ്ഞിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കൽബോലി വൽ ഗായിത്തി വസായിരിൽ ഖാരിജ് മിന സബീലൈൻ. ഒരാൾ മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ കാഷ്ടിച്ചു, അല്ലെങ്കിൽ അവന്റെ മുൻഭാഗത്തു കൂടിയോ പിൻഭാഗത്തു കൂടിയോ, അതായത് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും പുറപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ആ പുറപ്പെടുന്നത് മുഖേന എന്ത് ചെയ്തു? വുളൂ മുറിഞ്ഞു. അതാണ് ഒരു കാരണം. മറ്റൊന്ന് വഇമ്മ അസ്ബാബുൻ ലിൽ അഹദാഥി ബിഹൈസു ഇദാ വഖഅത് തകൂനു മദിന്നതൻ ലിഹുസൂലിൽ അഹദാത്ത്. വേറെ ചില കാരണങ്ങൾ, ഇങ്ങനെ ഹദസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ വുളൂ മുറിഞ്ഞു പോകാനുള്ള ചില കാരണങ്ങൾ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വുളൂ മുറിയുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, മദിന്നത്തുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നിന്നുണ്ടാകാം. വുളൂ മുറിയുന്ന നേരത്തെ പറഞ്ഞ എന്താണ് കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ കസവാലിൽ അഖലി, ഒരാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു വന്നു. ബുദ്ധി നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ആണോ വുളൂഇനെ മുറിക്കുന്നത്? അല്ല. ബുദ്ധി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിനിടയിൽ ഈ പറയുന്ന വുളൂ മുറിയുന്ന ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം. അതെന്ത് ചെയ്യില്ല? ഇവരറിയാത്ത സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ ഔ തഗ്തിയതിഹി ബിന്നൗമി, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയെ മറച്ചു കളയുന്നു ഉറക്കം കൊണ്ട്. ഔ വൽ ഇഗ്മാഇ വൽ ജുനൂൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ബോധക്ഷയമുണ്ടായി, ഒരാൾക്ക് ഭ്രാന്ത് സംഭവിച്ചു. ഇതുപോലുള്ളതായ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു മദിന്നത്താണ്. അതായത് വുളൂ മുറിയാനുള്ള കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ചില സ്ഥലങ്ങളാണ്. ഫഇന്ന സായിറൽ അഖ്ലി ലാ യഹസ്സു ബിമാ യഹസുലു മിൻ. അപ്പോൾ ബുദ്ധി നീങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നത് എന്ത് ചെയ്യുന്നില്ല? അവൻ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഫഉഖീമത്തിൽ മദിന്നത്തു മഖാമൽ ഹദസ്. അപ്പോൾ ഈ പറയുന്ന സാധ്യതയുള്ള മദിന്നത്തുകളെ, ആ സ്ഥലങ്ങളെയും എന്തായിട്ട് നിർത്തപ്പെട്ടു? അശുദ്ധി ഉണ്ടാകുന്ന സ്ഥാനത്ത്, അശുദ്ധിയുടെ സ്ഥാനത്തായിട്ട് അതിന് നിർത്തപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തായി മാറും? അശുദ്ധി സംഭവിച്ചതായിട്ട് പരിഗണിക്കപ്പെടും. ഇങ്ങനെ രണ്ട് ഇനമാണ് എന്ത് ചെയ്യുന്നത്? വുളൂ മുറിയുന്ന കാര്യങ്ങൾ. വഇലൈക ബയാനു ദാലിക ബിതഫ്സീൽ. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളുടെയും ബയാനാണ് ശേഷം മുസ്തനിഫ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അൽ ഖാരിജു മിൻ സബീലി, അതായത് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ പുറപ്പെടുന്ന ഒന്ന്, അത് വുളൂ മുറിക്കും. അതായത് ഐ മിൻ മഖ്റജിൽ ബൗലി വൽ ഗായിത്തി, മൂത്രവും കാഷ്ടവും പോകുന്ന സ്ഥലങ്ങൾ, അതാണ് അൽ ഖാരിജു മിൻ സബീലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെ അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന ഭാഗത്തിലൂടെ എന്ത് ചെയ്യുക? ഏതൊരു കാര്യം പുറപ്പെട്ടാലും വുളൂ മുറിയും എന്നുള്ളതാണ്.
വൽ ഖാരിജു മിൻ സബീൽ, ഇങ്ങനെ പുറപ്പെടുന്നത് ഇത് എന്താകാം, ഇമ്മായി കുരമ്പ് പോലും ചിലപ്പോൾ മൂത്രാകാം, ഔ മനിയൻ അല്ലെങ്കിൽ ഒരാളുടെ ബീജമാകാം, മനിയാകാം, ഔ മദിയൻ അല്ലെങ്കിൽ മദിയാകാം. മദിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ വികാരത്തിന് മനിയ പുറപ്പെടുന്നതിന് മുമ്പ് വൈകാരികമായ സന്ദർഭങ്ങളിൽ എന്താണ് പുറപ്പെടുന്നതായ ഒരു ദ്രാവകമാണ്, അതാണ് മദിയ. അപ്പോൾ മദിയാകാം. അല്ലെങ്കിൽ ഔദമ ഇസ്തിഹാദത്തിൻ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗാവസ്ഥയിൽ പുറപ്പെടുന്ന രക്തമാണ് ദമുൽ ഇസ്തിഹാദ, മാസമുറ കൂടാതെ ഉള്ളതായ രക്തം, ഇസ്തിഹാദത്തിന്റെ രക്തം. അതേപോലെ ഔ ഗായിഖൻ ഔ റിഹൻ, അതല്ലെങ്കിൽ കാഷ്ടമാകാം അല്ലെങ്കിൽ ഗ്യാസാകാം. ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് മുഖേന വുളൂ മുറിഞ്ഞു പോകുന്നതാണ്. ഫഇൻ കാന അൽ ഖാരിജു ബൗലൻ ഔ ഗായിഖൻ, ഇങ്ങനെ പുറപ്പെടുന്നത് മൂത്രമോ കാഷ്ടമോ ആണെങ്കിൽ ഫഹുവ നാഖിദുൻ ലിൽ വുളൂഇ ബിൻ നഫ്സി വൽ ഇജ്മാ, അതുകൊണ്ട് വുളൂ മുറിയുമെന്നുള്ളതിൽ എന്തില്ല, യാതൊരു തർക്കവുമില്ല. അത് ആയത്തും ഹദീസുമെല്ലാം നേരിട്ട് അറിയിക്കുന്നതായ തെളിവുണ്ട്. അതിനകത്ത് ഇജ്മാഉമുണ്ട്, ഉലമാക്കളുടെ ഇടയിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചു കഴിഞ്ഞാൽ എന്താണ്, വുളൂ മുറിയും, അശുദ്ധി ഉണ്ടാകും. ഖാല അല്ലാഹു തആല ഫീ മുജിബാത്തിൽ വുളൂ, വുളൂ നിർബന്ധമാക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി. അപ്പോൾ മലമൂത്ര വിസർജനത്തിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം, വുളൂ എടുക്കണമെന്ന് നസ്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ, കാഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വുളൂ മുറിയും. അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ അൽ ഖാരിജു മിൻ സബീൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അസബീലൈ, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ മൂത്രവും കാഷ്ടവും പോയി കഴിഞ്ഞാൽ വുളൂ മുറിയും എന്നുള്ളതിനെന്തില്ല. ഇതേപോലെ തന്നെയാണ് ഒരാൾ എന്ത് ചെയ്തു, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ല, അവൻ ഏതെങ്കിലും പ്രയാസകരമായ അവസ്ഥയിൽ അതല്ലാത്ത ഭാഗങ്ങളിലൂടെ മൂത്രമൊഴിക്കുന്നു, ട്യൂബ് ഇട്ടിട്ടോ മറ്റൊക്കെ എന്ത് ചെയ്യുന്നു, ശരീരത്തിലെ ഈ പറയുന്ന മാലിന്യങ്ങൾ പുറത്തു കളയുന്നു, എന്നാലും എന്താവും, വുളൂ മുറിയും. അപ്പോൾ ഈ മാലിന്യം പുറത്തു പോവുക എന്നുള്ളതാണ് അവിടെ എന്ത് പരിഗണിക്കപ്പെടുന്നത്. ഏത് ഭാഗത്തുകൂടെ ആണെങ്കിലും പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തായി, വുളൂ മുറിയും എന്നുള്ളതാണ്. ഇനി വൈൻകാന മനിയൻ ഔ മദിയൻ, അപ്പോൾ മൂത്രമോ കാഷ്ടമോ ആണെങ്കിൽ സംശയമില്ല. എന്നാൽ ഈ മനിയാണ് അല്ലെങ്കിൽ മദിയാണ്. മനിയ എന്ന് പറയുന്നത് എന്താണ്, സുഖത്തോടു കൂടിയിട്ട് സ്ത്രീക്കും പുരുഷനും എന്ത് ചെയ്യുന്നതാണ്, അവരുടെ ലൈംഗിക അവയവത്തിലൂടെ പുറത്തു പോകുന്നതാണ്, ബീജമാണ് മനിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈംഗിക വൃത്തിയിലേർപ്പെടുന്നതായ സമയത്ത്, അതല്ലാത്ത സമയത്ത് ഉറക്കത്തിലോ മറ്റൊക്കെ ആണെങ്കിലും മനിയ പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ മതി അതിന് മുന്നോടിയായിട്ടുണ്ടാകുന്നതാണ്. ഇവ രണ്ടും ഫഹു യൻഖുദുൽ വുദൂഅ ബിദലാലത്തിൽ അഹാദീസി സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ ഉള്ള കാരണത്താൽ ഇവകൾ എന്ത് ചെയ്യും, മുറിയുന്നതാണ്. വഹക്കൽ ഇജ്മാഅ അലാ ദാലിക ഇബ്നുൽ മുൻദിരി വഗൈറുഹു, ഈ വിഷയത്തിലും ഇബ്നുൽ മുൻദിറും അതല്ലാത്തവരുമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. മദിയാണെങ്കിലും മനിയാണെങ്കിലും എന്താകും, വുളൂ മുറിയും എന്നുള്ളതിൽ. അതേപോലെ തന്നെയാണ് വഖദാ യൻഖുദു ഖുറൂജു ദമിൽ ഇസ്തിഹാദ, ഇസ്തിഹാദത്തിന്റെ രക്തം പുറപ്പെട്ടാലും അങ്ങനെ. ഇസ്തിഹാദത്തിന്റെ രക്തം എന്ന് പറഞ്ഞാൽ വഹുവ ദമു ഫസാദിൻ, അത് ഹൈലിന്റെ രക്തം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ അടയാളമാണ്. ഒരു സ്ത്രീക്ക് ശരിയായ ആരോഗ്യം നിലനിൽക്കുന്നതിന് എന്ത് ചെയ്യും, മാസത്തിൽ മാസം മുറ ഉണ്ടാവും. ആരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ത്, ഓരോ മാസവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, രക്തം പുറപ്പെടുക എന്നുള്ളത്. എന്നാൽ ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ദമു ഫസാദാണ്, അത് രോഗത്തിന്റെ രക്തമാണ്. മാസമുറ തെറ്റുകയാണ്, അതായത് അതിന്റെ ശരിയായ രീതിയിലല്ല, അതല്ലാതെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ദമു ഫസാദാണ്, മോശപ്പെട്ട രക്തമാണ്, രോഗവുമായി ബന്ധപ്പെട്ടതാണത്. അല്ലാതെ ഹൈദ് രക്തമല്ല. ഹൈദ് രക്തം ഉണ്ടായോ സ്വാഭാവികമായിട്ടും എന്തായി, കുളി നിർബന്ധമായി, പിന്നെ വുളൂവിന്റെ വിഷയമല്ല. അപ്പോൾ ഇസ്തിഹാദത്താണെങ്കിലും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് വുളൂഇനെ നിർബന്ധമാക്കുന്നതാണ്. ഈ ഹദീസ് ഫാത്തിമത്ത് ബിൻത് അബി ഹുബൈഷ്, ഫാത്തിമത്ത് ബിൻത് അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഹദീസ് അതാണ് പഠിപ്പിക്കുന്നത്. അന്നഹ കാനത്ത് തുസ്തഹാൽ, അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു, ഇസ്തിഹാദത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫതവദ്ദഇ വസല്ലി, എന്ത് ചെയ്യുക,
വുളു എടുക്കുക എന്നിട്ട് നമസ്കരിക്കുക. ഫഇന്നമാ ഹുവ ഇർഖുൻ, അത് ഗർഭപാശത്തിലുള്ള മറ്റേ എന്താണ് ഇർഖുമായി ബന്ധപ്പെട്ടിട്ട് ഞരമ്പുകളിൽ നിന്നും വരുന്നതായ രോഗവുമായി ബന്ധപ്പെട്ട രക്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ വുളു എടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിക്കുന്നുണ്ട്. നമസ്കാരം ഒഴിവാക്കാനും പാടില്ല. ഇസ്തിഹാലത്താകുമ്പോൾ ഹൈലാണെങ്കിൽ നമസ്കരിക്കേണ്ടതില്ല ആ സമയങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഇസ്തിഹാലത്താണ് എങ്കിൽ വുളു എടുക്കുകയും അതേപോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്യണം. വുളു എടുക്കാൻ പറഞ്ഞത് എന്ത് ചെയ്യും? വുളു മുറിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഇത് ഇമാം അബൂ ദാവൂദും ദാറഖുത്നിയുമെല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. അതിന്റെ സനദിലുള്ള റാവിമാരെല്ലാം വിശ്വസ്തരാണ് എന്നും അദ്ദേഹത്തിന്റെ ഇമാം ദാറഖുത്നി പറഞ്ഞിട്ടുണ്ട്. വകദാ യൻഖുദുൽ വുദൂഅ ഖുറൂജുർ റീഹി ബിദലാലത്തിൽ അഹാദീസ് അസ്സഹീഹ വൽ ഇജ്മാ. അതേപോലെ തന്നെയാണ് ഗ്യാസ് പുറപ്പെട്ടാൽ, കാറ്റുപോയി, എന്നാലും എന്ത് ചെയ്യും? വുദൂഇനെ അത് മുറിക്കും എന്നുള്ള കാര്യത്തിൽ ഹദീസുകളുണ്ട്, സ്വഹീഹായ ഹദീസുകളുണ്ട്, ഇജ്മാഉമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹദസ ഹത്താ യതവദ്ദ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാളുടെ നമസ്കാരത്തെ സ്വീകരിക്കുകയില്ല. എപ്പോൾ? ഇദാ അഹദസ, ഹദസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ, അവൻ വുദൂ ചെയ്യുന്നത് വരെയും അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഹദറമൗത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മൽ ഹദസു യാ അബൂ ഹുറൈറ, എന്താണ് ഈ പറയുന്ന ഹദസ്? ഹദസ് ഉണ്ടായാൽ വുദൂ ചെയ്യാതെ നമസ്കാരം സ്വീകരിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് ഹദസ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖാൽ ഫുസാഉൻ ഔ ദുറാത്തുൻ, അതായത് ഈ പറയുന്ന എന്താണ് പിൻഭാഗത്തു കൂടിയിട്ട് പോകുന്ന കാറ്റാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തു വിശദീകരിച്ചു കൊടുത്തു. മാത്രമല്ല വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൻ ശക്ക ഹൽ ഖറജ മിൻഹു റീഹുൻ ഔ ലാ, മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് നമസ്കാരത്തിനിടയിൽ സംശയമായി, റീഹ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമായി, കാറ്റ് പോയോ ഇല്ലയോ എന്ന് സംശയമായി. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, സംശയം കൊണ്ട് മാത്രം നമസ്കാരത്തെ നിന്ന് എന്ത് ചെയ്യേണ്ടതില്ല, പിൻവാങ്ങേണ്ടതില്ല. എന്തു വേണം? വ്യക്തമായ ശബ്ദം കേൾക്കുന്നതുവരെ, അല്ലെങ്കിൽ അതിന്റെ ഗന്ധം ഉണ്ടാകുന്നതുവരെയും എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കാരത്തിൽ നിന്ന് തിരിയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായും വ്യക്തമായ ശബ്ദം കേട്ടു, അതല്ലെങ്കിൽ അതിന്റെ മണം വന്നു, എന്നാൽ എന്ത് ചെയ്യണം? എന്താണ്? വുദൂ മുറിക്കും, നമസ്കാരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ അത് മുഖേന എന്ത് ചെയ്യും? വുദൂ മുറിയും. എന്നാൽ ഇനി അമ്മൽ ഖാരിജു മിനൽ ബദനി മിൻ ഗൈരി സബീലൈ, ഈ പറയുന്ന മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതായ ഏതെങ്കിലും കാര്യങ്ങൾ, ഏതുപോലെ കദ്ദമി, ഒരാളുടെ ശരീരത്തിന് മുറിവുണ്ടായി, മൂക്കിലൂടെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് രക്തം വാർന്നുപോയി, വൽ ഖൈ, അല്ലെങ്കിൽ ഒരാൾ ഛർദ്ദിച്ചു, അതുപോലെ റുആഫ്, റുആഫ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് രക്തം വരുന്നതാണ് റുആഫ് എന്ന് പറയുന്നത്, അങ്ങനെ രക്തം പോയി. ഫമൗദിഉ ഖിലാഫിൻ ബൈന അഹ്ലിൽ ഇൽമി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ രക്തം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നു, അതേപോലെ തന്നെ മൂക്കിലൂടെ രക്തം വരുന്നു, ഇതുപോലുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ ഫമൗദിഉ ഖിലാഫിൻ ബൈന അഹ്ലിൽ ഇൽമി, ഉലമാക്കളുടെ ഇടയിൽ അവിടെ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്, മുറിയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ. ഹൽ യൻഖുദുൽ വുദു ഔ ലാ യൻഖുദു, അത് വുദുവിനെ മുറിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ട് അഭിപ്രായങ്ങളാണ്. എന്നാൽ വറാജിഹു അന്നഹു ലാ യൻഖുദ്, പ്രബലമായ അഭിപ്രായം എന്താണ്? അത് വുദുവിനെ മുറിക്കുകയില്ല എന്ന് തന്നെയാണ് എന്ത്? പ്രബലമായ അഭിപ്രായം. കാരണം വുദു മുറിയുന്ന കാര്യങ്ങൾ വളരെ സുവ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായ തെളിവുകളില്ലാതെ ഒരു കാര്യം എന്ത് ചെയ്യില്ല, വുദുവിനെ മുറിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് പ്രബലമായ അഭിപ്രായം. എന്നാലും ഉലമാക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതിന്. ലാകിൻ ലൗ തവദ്ദഅ ഖുറൂജൻ മിനൽ ഖിലാഫി ലകാന അഹ്സൻ, ഈ ഖിലാഫിൽ നിന്ന് പുറത്തു കടക്കാൻ, ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾ വുദു എടുക്കുകയാണെങ്കിൽ എന്താണ്? നല്ലതാണെന്നേ ഉള്ളൂ. പ്രബലമായ അഭിപ്രായം എന്താണ്? വുദു മുറിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രബലമായ വീക്ഷണം. കാരണം അതിന് അറിയിക്കുന്ന എന്തില്ല, ശരിയായ തെളിവുകൾ ലഭ്യമല്ല എന്നുള്ള കാരണത്താൽ. ഇനി മിനൻ നവാഖിദ് സവാലുൽ അഖ്ലി ഔ തഗ്തിയതുഹു, അതേപോലെ തന്നെ
വുളൂഇനെ മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ബുദ്ധി നീങ്ങിപ്പോവുക, അല്ലെങ്കിൽ ബുദ്ധിയെ എന്ത് ചെയ്യുക, മറച്ചു വയ്ക്കുക. വസവാലുൽ അഖ്ലി യകൂനു ബിൽ ജുനൂനി വനഹ്വി. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഒന്നെങ്കിൽ ഒരാൾക്ക് ഭ്രാന്ത് സംഭവിച്ചു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭ്രാന്തിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുമായിരുന്നു, ഇസ്തിആദ ചെയ്യുമായിരുന്നു. കാരണം മനുഷ്യന്റെ ബുദ്ധിയുടെ കാര്യം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഏത് സമയത്തും ആർക്കും എന്ത് ചെയ്യാം, അതുപോലുള്ള രോഗങ്ങൾ വരാം. അള്ളാഹു ഇതിനെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ജുനൂന് സംഭവിക്കുന്നത് കൊണ്ട് അഖൽ നീങ്ങാം, ബുദ്ധി നീങ്ങാം. വനഹ്വി അതുപോലെ. തഖ്തിയതുഹു തകൂനു ബിന്നൗം. അപ്പോൾ ബുദ്ധി നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഭ്രാന്ത് വരലാണ്. ബുദ്ധിയെ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ തഖ്തിയതുഹു തകൂനു ബിന്നൗമി അവിൽ ഇഗ്മാഇ വനഹ്വിഹിമ. ഒന്നുകിൽ ഉറക്കം കൊണ്ടാണ്, ഉറക്കത്തിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ബുദ്ധി മറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിൽ ഇഗ്മാ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്തു, ബോധക്ഷയം സംഭവിച്ചു. വനഹ്വിഹിമ, ഇതുപോലുള്ളതായ കാരണം കൊണ്ട്. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു, ലഹരി ബാധിതനായി. അത് ചിലപ്പോൾ എന്താണ്, ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചത് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾക്കോ മറ്റൊക്കെ എന്ത് ചെയ്തേക്കാം, അവന്റെ ബുദ്ധി മയക്കിക്കിടത്തേക്കാം, അവനെ ചികിത്സക്കോ മറ്റോ കാരണങ്ങൾക്ക്. ഇങ്ങനെ ഏതെങ്കിലും കാരണത്താൽ എന്ത് ചെയ്തു, ബുദ്ധി മറഞ്ഞുപോയി. ഫമൻ സാല അഖ്ലുഹു ഔ ഉത്തിയ ബിനൗമിൻ വനഹ്വി. അപ്പോൾ ഒരാളുടെ ബുദ്ധി നീങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഉറക്കം അതുപോലുള്ളത് കൊണ്ട് അത് മറക്കപ്പെടുകയോ ചെയ്താൽ ഇൻതഖല വുദൂഉ, എന്തായി, വുദൂ മുറിഞ്ഞു. വുദൂ മുറിയുന്നതാണ്. ലിഅന്ന ദാലിക മദിന്നത്തു ഖുറൂജിൽ ഹദസ്. കാരണം എന്താണ് അവിടെ വുദൂ മുറിയാനുള്ള കാരണം? ഹദസ് ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള സ്ഥലമാണത്. ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാകാം, ആ സമയത്ത് അവന്റെ വുദൂ മുറിഞ്ഞിട്ടുണ്ടാകാം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. വഹുവ ലാ യുഹസ്സു ബിഹി, അവന് എന്ത് ചെയ്യാൻ സാധിക്കൂല, അതറിയാൻ സാധിക്കുകയില്ല. ഇല്ലാ യസീറുൻ നൗം, എന്നാൽ ചെറിയ ഉറക്കമൊഴികെ. ചെറിയ ഉറക്കത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർ ചെറിയ ഉറക്കം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാൾ കിടക്കുന്നു, അവന്റെ ചുറ്റുപാട് നടക്കുന്ന സംസാരങ്ങളൊക്കെ അവനക്ക് എന്ത് ചെയ്യാം, കേൾക്കാൻ സാധിക്കുന്ന അവസ്ഥ. അതാണ് എന്ന് പറയുന്നത് ചെറിയ ഉറക്കം എന്ന് പറയുന്നത്. എന്നാൽ ഗാഠമായ നിദ്രയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഇരുന്നു കൊണ്ട് മറ്റൊക്കെ ഉറങ്ങുന്നു. അതിന് വ്യത്യസ്ത ഉലമാക്കൾ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നു, ശരിയായി ഭൂമിയിൽ ഉറച്ചിരുന്നു കൊണ്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ വുളൂ മുറിയുകയില്ല. കാരണം ആ സമയത്ത് എന്തില്ല, വുളൂ മുറിയാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള കാരണത്താൽ. എന്നാൽ ഇവിടെ മുസന്നിഫ് ഹഫിളഹുല്ലാ പറയുന്നത് എന്താണ്, ചെറിയ ഉറക്കമാണ്, അല്ലെങ്കിൽ അത് ഗാഠമായ നിദ്രയിലേക്ക് പോയിട്ടില്ല. അതായത് പുറമെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനെ അറിയാൻ സാധിക്കുന്നതായ രീതിയിലുള്ള ഉറക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വുളൂ മുറിഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. ഫഇന്നഹു ലാ യൻഖുദുൽ വുളൂ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് വുളൂഇനെ മുറിക്കുകയില്ല. അതല്ല എങ്കിൽ വുളൂഇനെ മുറിക്കും. ലിഅന്ന സ്വഹാബത റളിയല്ലാഹു അൻഹു, കാരണം സ്വഹാബികൾ കാന യുസീബുഹുമുൻ നുആസ്, അവർക്ക് ഈ പറയുന്ന തൂങ്ങിയ ഉറക്കമുണ്ടാകുമായിരുന്നു. വഹും യൻതദിറൂന സ്വലാ, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ. ചില ഹദീസുകളിലെല്ലാം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വരാൻ വേണ്ടിയിട്ട് സ്വഹാബികൾ പ്രതീക്ഷിച്ചിരിക്കും, ഇശാ നമസ്കാരത്തിനെല്ലാം. അങ്ങനെ അവർ ഇരുന്നെന്ത് ചെയ്യും, പള്ളിയിൽ ഇരുന്ന് തൂങ്ങി ഉറങ്ങും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ വൈകിയായിരിക്കും വരുന്നത്. വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, വുദൂ ചെയ്യാതെ തന്നെ ആ വുദൂയിൽ എന്ത് ചെയ്യും, നമസ്കരിക്കുന്നതായിട്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ തൂങ്ങി ഉറക്കമാണെങ്കിൽ എന്തില്ല, വുളൂ മുറിക്കുകയില്ല. വഇന്നമാ യൻഖുദുഹു നൗമുൻ മുസ്തഗ്രിഖു, പിന്നെ വുളൂഇനെ മുറിക്കുന്നത് എന്താണ്, മുസ്തഗ്രിഖായ, അതായത് ഗാഠമായ നിദ്രയാണ് വുളൂഇനെ മുറിച്ച് കളയുന്നത്. ജംഅൻ ബൈനൽ അദില്ലത്തി, വ്യത്യസ്ത അദില്ലത്തുകളെ, തെളിവുകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ്, ഉറക്കം പോലുള്ള വകൾ കൊണ്ട് എന്ത് ചെയ്യും, വുളൂ മുറിഞ്ഞു. അതേപോലെ തന്നെ ഉറക്കം പോലെ തന്നെയാണെന്ത്, ഇഗ്മാ, എന്ത് ചെയ്യുന്നു, ഒരാളുടെ ബുദ്ധി, ഉറക്കം സ്വാഭാവികമായിട്ടും എന്താണ്, വിളിച്ചാൽ ഉണരുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ ഒരാൾ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിച്ചാലും ഉണരാത്ത സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ആ ഉറക്കത്തിലേക്ക് ഖിയാസാക്കിയിട്ടാണ്, താരതമ്യം ചെയ്തിട്ടാണെന്ത്, ബോധക്ഷയമാണെങ്കിലും എന്ത് ചെയ്യും, വുളൂ മുറിയും എന്നുള്ളതിന് കൂടുതൽ സാധ്യത എന്താണ്, വുളൂ മുറിയാനുള്ളതാണ് എന്ന് പറയാൻ കാരണം. ഇനി മിൻ നവാഖിദുൽ വുളൂ, ഈ വുളൂ മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു.
അൽ ഖാരിജ് മിൻ സബീലി, മുൻദ്വാരങ്ങളിലൂടെ പിൻദ്വാരങ്ങളിലൂടെ പോകുന്നതായ കാര്യങ്ങൾ. രണ്ടാമത്തേത് പറഞ്ഞത് ഇങ്ങനെ പോകാനുള്ള സാധ്യതയുള്ളതായ സ്ഥലം, അവന്റെ ബുദ്ധി നീങ്ങുന്ന അവസ്ഥ. മൂന്നാമത്തേത് മിൻ നവാഖിദുൽ വുളൂഇ അക്ലു ലഹമിൽ ഇബിലി, ഒട്ടകത്തിന്റെ മാംസം ഭക്ഷിച്ചാലും എന്ത് ചെയ്യും, വുളൂ മുറിയും എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. സവാഉൻ കാന ഖലീലൻ ഔ കസീറൻ, അത് കുറച്ചാണെങ്കിലും ശരി ധാരാളമാണെങ്കിലും ശരി. ലിസ്വിഹത്തിൽ ഹദീസ് ഫീഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസറാഹത്തിഹി, ഈ വിഷയത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാരണം വ്യത്യസ്ത കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒട്ടകത്തിന്റെ മാംസം മാത്രം കഴിച്ചാൽ എന്ത് ചെയ്യും, വുളൂ മുറിയുമെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ എന്തില്ല, മറ്റുള്ള മാംസങ്ങളുടെ കാര്യത്തിൽ എന്തില്ല, ഈ വിഷയം പറയപ്പെട്ടിട്ടില്ല. ഖാല ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫീഹി ഹദീസാനി സ്വഹീഹാനി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയത്തിൽ രണ്ട് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ എന്താവും, വുളൂ മുറിയും എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അത് പ്രകാരം ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാലും വുളൂ മുറിയും. എന്നാൽ അമ്മാ അക്ലുൽ ലഹ്മി മിൻ ഗൈരിൽ ഇബിലി ഫലാ യൻഖുദുൽ വുളൂഅ, ഒട്ടകത്തിൻ്റെതല്ലാത്തതായ മാംസങ്ങൾ കഴിച്ചാൽ എന്ത് ചെയ്യൂല, വുളൂ മുറിയുകയില്ല എന്നതാണ്. വഹുനാക അഷ്യാ ഖദ് ഇഖ്തലഫൽ ഉലമാ ഫീ, ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്, അതിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്, വുളൂ മുറിയോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. ഏതാണത്? ഫീഹാദിൽപ്പെട്ടതാണ് ഹൽ തൻഖുദുൽ വുളൂഅ ഔ ലാ വഹിയ മസ്സു ദക്കർ. ഒന്നെന്താണ്, പുരുഷൻ അവന്റെ ലിംഗത്തിൽ സ്പർശിക്കുക, അതേപോലെ തന്നെ സ്ത്രീകളും അവരുടെ ഗുഹ്യാവയവത്തിൽ സ്പർശിക്കുക. ഇവിടെ മുസന്നിഫ് പുരുഷന്റെ ലിംഗത്തെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് എന്ത് സ്ത്രീകളുടേതും. അതേപോലെ മസ്സുൽ മർഅത്തി ബിശഹ്വ, സ്ത്രീകളെ വികാരത്തോടെ സ്പർശിക്കുക. വതഗ്സീലുൽ മയ്യിത്തി, മയ്യത്തിനെ കുളിപ്പിക്കുക. വൽരിദ്ദത്തു അനിൽ ഇസ്ലാമി, അതേപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. ഇങ്ങനെ ചില കാര്യങ്ങളിൽ നിന്നുണ്ട് ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമിനൽ ഉലമാഇ മൻ ഖാൽ, ചില ഉലമാക്കൾ പറഞ്ഞ പ്രകാരമാണ്, ഇന്ന കുല്ല വാഹിദിൻ മിൻ ഹാദിഹിൽ അഷ്യാഇ യൻഖദുൽ വുദു, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വുദൂഇൽ മുറിച്ചു കളയും എന്നുള്ളതാണ് ചില ഉലമാക്കളുടെ അഭിപ്രായം. അതായത് ലിംഗത്തിൽ സ്പർശിക്കുക, അതേപോലെ തന്നെ സ്ത്രീകളെ സ്പർശിക്കുക, മയ്യത്തിന് കുളിപ്പിക്കുക, രിദ്ദത്തുണ്ടാവുക. രിദ്ദത്തുണ്ടായി പിന്നെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ എന്ത് ചെയ്യും, അവന്റെ വുദൂ മുറിഞ്ഞു പോകും, പിന്നെ വീണ്ടും വുദൂ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ വമിൻഹും മൻ ഖാൽ ലാ യൻഖുദ്, വേറെ ചിലർ പറയുന്നത് എന്താണ്, വുദൂ മുറിയുകയില്ല എന്നുള്ളതാണ്. വൽ മസ്അലത്തു മഹല്ലു നദറിൻ വജ്തിഹാദിൻ, ഈ മസ്അല എന്താണ്, കൂടുതൽ എന്താണ് ഇജ്തിഹാദിയായ ഒരു മസ്അലയാണ്, ചിന്തിക്കേണ്ട ഒരു മസ്അലയാണ്. ലാകിൻ ലൗ തവദ്ദഅ മിൻ ഹാദിഹിൽ അഷ്യാഇ ഖുറൂജൻ മിനൽ ഖിലാഫി ലകാന അഹ്സൻ, ഈ ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ വുദൂ ചെയ്യുകയാണെങ്കിൽ അതാണെന്ത് നല്ലത് എന്നുള്ളതാണ് മുസന്നിഫ് റഹിമഹുള്ളയുടെ അഭിപ്രായം. പ്രത്യേകിച്ചും മസ്ഊദ് ദക്കർ, ലിംഗത്തെ സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കളുടെ ഇടയിലുണ്ട്. പൗരാണികരായ ഉലമാക്കളുടെ അടുക്കലുമുണ്ട്, ആധുനികരായ ഉലമാക്കളുടെ അടുക്കലുമുണ്ട്. അതുകൊണ്ട് ആ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് വുദൂ എടുക്കുക എന്നുള്ളതാണ് കൂടുതൽ ഉത്തമം. അതിപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതായ ഒരു മസലയാണ്. വുദൂ മയ്യത്തിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ വുദൂ എടുക്കുന്ന സഹാബികളും ഉണ്ടായിട്ടുണ്ട്, കുളിക്കുന്ന സഹാബികളും ഉണ്ടായിട്ടുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പം അത് ഈ പറയുന്ന പോലെ മുറിച്ചു കളയുമോ, നിർബന്ധമാണോ എന്നുള്ളതിൽ നിന്നുണ്ട് ഖിലാഫ് ഉലമാക്കൾക്കുണ്ട്. അതേപോലെ തന്നെ രിദ്ദത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്, മുറിച്ചു കളയുമെന്ന് അഭിപ്രായപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ മുൻഗാമികളിലുമുണ്ട്, പിൽക്കാലത്ത് വന്ന ആധുനികരായ പണ്ഡിതന്മാരിലുമുണ്ട്. കാരണം അമലുകളെല്ലാം എന്ത് ചെയ്യും, രിദ്ദത്ത് ബാത്തുലാക്കി കളയും എന്നുള്ള കാരണത്താൽ. വുദൂ എന്നുള്ളത് എന്താണ്, ഇബാദത്താണ്. അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നുണ്ട്. സ്ത്രീകളെ സ്പർശിക്കുന്നത് പോലെ തന്നെ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില ഉലമാക്കൾ കേവലം സ്പർശനം കൊണ്ട് മാത്രം എന്ത് ചെയ്യും, വുദൂ മുറിയും എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതല്ല, വികാരത്തോടെയുള്ള സ്പർശനം
കൊണ്ട് മുറിയും എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ ഖിലാഫുള്ള മസലയാണ്. അവിടെ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ വുളു എടുത്താൽ നല്ലത്. എന്നാൽ അതിലേക്ക് അറിയിക്കുന്ന വ്യക്തമായ സൂചനകൾ എന്തില്ല, ഇല്ല, ദലീലുകൾ ഇല്ല എന്നുള്ളതാണ്. ഹാദാ വഖദ് ബഖിയത് മസ്അലത്തുൻ മുഹിമ്മ തതഅല്ലഖു ബിഹാദൽ മൗദു. ഇനി ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അല കൂടി മുസന്നിഫ് പറയുകയാണ്. വഹിയ മൻ തയഖന ത്വഹാറ. അതിതാണ്, ഒരാൾക്ക് ത്വഹാറത്ത് നല്ല ഉറപ്പുണ്ട്, അവൻ വുളൂ ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ അവൻ എന്തുണ്ട്, ഉറപ്പുണ്ട്. സുമ്മ ശക്ക ഫി ഹുസൂലി നാഖിലിൻ മിൻ നവാഖിലിഹ. ഈ പറയുന്ന വുളൂ മുറിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായോ എന്നുള്ളതിൽ പിന്നീട് അവൻ എന്ത് ചെയ്തു, സംശയം വന്നു. അങ്ങനെ സംശയം വന്നാൽ മാദാ യഫ്അൽ, എന്നാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. വുളൂ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്തില്ല, സംശയമില്ല. വുളൂ ഉണ്ടായിരുന്നു, വുളൂ എടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് അത് മുറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിൽ എന്തെന്നു സംശയം വന്നു. അങ്ങനെയാണ് എങ്കിൽ ലഖദ് സബത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് അല്ലദീ റവാഹു മുസ്ലിമുൻ അൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ഷൈഅ. നിങ്ങളിൽ ഒരാൾക്ക് അവന്റെ വയറിൽ എന്തെങ്കിലും ഒരു കാര്യം അനുഭവപ്പെട്ടു, വയറിന് ഒരു അസ്വസ്ഥത തോന്നി. ഫാഷ്കല അലൈഹി അഖറജ മിൻഹു ഷൈഉൻ അം ലാ. അങ്ങനെ അവന് ഒരു സംശയം കുടുങ്ങി, വയറിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടോ ഇല്ലയോ, കാറ്റ് പോയോ ഇല്ലയോ, ഇതുപോലുള്ള കാര്യത്തിൽ എന്ത് ചെയ്തു, സംശയം വന്നു. എന്നാൽ ഫലാ യഖ്റുജു മിനൽ മസ്ജിദ്, അവൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല. അതായത് വുളൂ മുറിഞ്ഞു എന്നുള്ള രീതിയിൽ നമസ്കാരം വിട്ടു പോകേണ്ടതില്ല. ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, എന്തുവരെയും, ശബ്ദം കേൾക്കുന്നതുവരെയും അല്ലെങ്കിൽ അതിന്റെ മണം ലഭിക്കുന്നതുവരെയും. ഇപ്പൊ സംശയമാണെങ്കിൽ, ഉറപ്പുള്ള കാര്യമല്ല, ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് സംശയം ഉണ്ടായതാണ്, സംഭവിച്ചോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അവനക്ക് ഉറപ്പ് വന്നിട്ടില്ല. ഉറപ്പ് വരാത്ത സാഹചര്യത്തിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്, ഈ ശബ്ദമുണ്ടായാൽ മാത്രമേ എന്തുള്ളൂ, വുളൂ മുറിഞ്ഞതായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അപ്പോൾ അവൻ എന്താണ് ഉറപ്പുള്ളത്, ആ ഉറപ്പിന്റെ മേൽ പിടിക്കണം. ഫദല്ല ഹാദൽ ഹദീസു ഷരീഫ്, ഈ പരിശുദ്ധ ഹദീസ് അറിയിക്കുന്നത് വമാ ജാഅ ബിമഅനാഹു, അതേപോലെ തന്നെ ഇതിന്റെ അർത്ഥം, ഈ അർത്ഥത്തിൽ വരുന്ന വേറെയും ഹദീസുകൾ അത് അറിയിക്കുന്നത് എന്താണ്, അല അന്നൽ മുസ്ലിമ ഇദാ തയഖന അത്വഹാറ, ഒരു മുസ്ലിം ശുദ്ധി വരുത്തി എന്നുള്ളത് അവനക്ക് ഉറപ്പുണ്ട്. എന്നാൽ വശക്ക ഫീ ഇന്തിഖാദിഹ, എന്നിട്ട് അത് മുറിഞ്ഞോ ഇല്ലേ എന്നുള്ളതിൽ പിന്നീട് സംശയം വന്നാൽ അന്നഹു യബ്ഖാ ത്വഹാറ, അവൻ ശുദ്ധിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അവൻ ശുദ്ധിയിൽ തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം അവന് മതി. അവൻ എന്ത് ചെയ്യേണ്ടതില്ല, ആ വിഷയത്തിൽ വസ്വാസ് ഉണ്ടാകേണ്ട കാര്യമില്ല. വുളൂ മുറിഞ്ഞു എന്ന് അവൻ കരുതേണ്ടതില്ല. അവൻ ശുദ്ധിയിൽ തന്നെയാണ് എന്ന് ചെയ്യുക, ഉറപ്പിക്കുക. കാരണം ശുദ്ധി ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പായ കാര്യമായിരുന്നല്ലോ. അപ്പൊ അതാണ് അടിസ്ഥാനം, ശുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനം അവിടെ. വലിയ മുതയഖനത്തുൻ, കാരണം ശുദ്ധി ഉണ്ടായി എന്ന് ഉറപ്പിക്കപ്പെട്ട കാര്യമാണ് ആദ്യം. വഹുസൂലുൻ നാഖിൽ മഷ്കൂക്കുൻ ഫീ, പിന്നീട് നാഖിൽ ഏതെങ്കിലും ഉണ്ടായോ, മുറിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായോ എന്നുള്ളതിനാണ് എന്ത്, സംശയം. ആ സംശയം എന്തെങ്കിലും മാറ്റിക്കണം. വൽ യഖീനു ലാ യസൂലു ബിശക്ക്, ഉറപ്പായ കാര്യം എന്ത് ചെയ്യൂല, സംശയം കൊണ്ട് നീങ്ങൂല. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉറപ്പുണ്ടെങ്കിൽ എന്താവൂല, ഇതൊരു പൊതുവായൊരു കായികയാണ്, തത്വമാണ്. ഉറപ്പുള്ള ഒരു കാര്യം, ആ ഉറപ്പ് നീങ്ങണമെങ്കിൽ എന്ത് വേണം, ഉറപ്പ് വേണം. സംശയം കൊണ്ട് ഉറപ്പ് എന്ത് ചെയ്യൂല, നീങ്ങുകയില്ല എന്നുള്ള കാരണത്താൽ. വഹാദിഹി ഖായിദത്തുൻ അദീമത്തുൻ ആമ്മത്തുൻ ഫി ജമീഇൽ അഷ്യാ, എല്ലാ കാര്യങ്ങളിലും പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഖായിദയാണ്, തത്വമാണിത്. അന്നഹ തബ്ഖാ അലാ അസ്ലിഹ, അവൻ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തുടരും. ഹത്താ യതയഖന ഖിലാഫു, അതിന് നേർ വിപരീതമായ കാര്യം അവന് ഉറപ്പുണ്ടാകണം. വുളൂ മുറിഞ്ഞു എന്ന് ഉറപ്പ് വേണം, എന്നാലും എന്ത് ചെയ്യുള്ളൂ, വുളൂ മുറിയുള്ളൂ. ഇതേപോലെ തന്നെയാണ് വകദാലിക്കൽ അക്സ്, ഇതിന് നേരെ വിപരീതവും ഇതുപോലെ തന്നെയാണ്. അതായത് ഫൈദാ തയഖന ഹദസ, ഒരാൾക്ക് വുളൂ മുറിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്. അവൻ പള്ളിയിലേക്ക് വന്നപ്പോൾ വുളൂ എടുത്തിരുന്നു, പക്ഷെ അതിനിടയിൽ എന്ത് ചെയ്തു, വുളൂ മുറിഞ്ഞു എന്നുള്ള അവന് ഉറപ്പായി. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വശക്ക ഫി ത്വഹാറ, ശേഷം ഞാൻ വുളൂ എടുത്തോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്തു, സംശയം കുടുങ്ങി. വുളൂ മുറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എന്താണ്, ഉറപ്പാണ്. പിന്നീട് ശേഷം എന്ത് ചെയ്തു, രണ്ടാമത് വുളൂ ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്തു, സംശയം വന്നു. ഇങ്ങനെ സംശയം വന്നാൽ എന്ത് ചെയ്യണം, അവിടെ ഉറപ്പായ കാര്യം ഏതാണ്,
വുളു മുറിഞ്ഞു എന്നുള്ള കാര്യമാണ്, ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വശക്ക ഫി ത്വഹാറത്തി ഫഇന്നഹു യതവല്ല, അപ്പോൾ അവൻ വുളു ചെയ്യണം. ലിഅന്നൽ അസ്ല ബഖാഉൽ ഹദസി, കാരണം അവിടെ അശുദ്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനം. ഫലാ യർതഫിഉ ബിശക്കി, സംശയം ഉണ്ടായി എന്നുള്ള കാരണത്താൽ എന്താവില്ല, ഈ പറയുന്ന ഹദസ് ഒഴിവായി. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സംശയം ശുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അശുദ്ധി ഉണ്ട് എന്നുള്ളതിൽ എന്തായിരുന്നു? ഉറപ്പായിരുന്നു. അപ്പോൾ അശുദ്ധി ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യും? നിലനിൽക്കും എന്നുള്ളതാണ്. അഖിയൽ മുസ്ലിം, അല്ലയോ മുസ്ലിം സഹോദര, അലൈക ബിൽ മുഹാഫളതി അല ത്വഹാറത്തി ലിസ്സലാം, നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ശുദ്ധിയുടെ മേൽ നീ മുഹാഫളത്ത് ചെയ്യൽ, അതിനെപ്പോഴും സംരക്ഷിച്ച് നിർത്തൽ അനിവാര്യമാണ്. വൽ ഇഹ്തിമാമി ബിഹ, അതിന് പ്രാധാന്യം കൊടുക്കലും. ലിഅന്നഹാ ലാ തസിഹു സ്വലാത്തുൻ ബിദൂനി തഹൂരിൻ, ശുദ്ധിയില്ലാതെ നമസ്കാരമൊന്നും എന്താവില്ല, സ്വഹീഹാവുകയില്ല. അതുകൊണ്ട് ഈ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതായ ത്വഹാറത്ത്, ശുദ്ധി വരുത്തൽ, അതിനെ നല്ല രീതിയിൽ പരിഗണിക്കൽ നിന്റെ മേൽ അനിവാര്യമാണ്. കമാ യജിബു അലൈക അൻ തഹ്ദറ മിനൽ വസ്വാസി വതസല്ലുതി ശൈത്വാനി അലൈക, ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. നിനക്ക് അനിവാര്യമായതുപോലെ അൻ തഹ്ദറ മിനൽ വസ്വാസ്, വസ്വാസുകളെ തൊട്ട് നീ എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണം. വസ്വാസിനെ നീ എന്ത് ചെയ്യേണ്ടതില്ല, അതിന് ഇടം കൊടുക്കരുത്. വതസല്ലുതി ശൈത്വാനി അലൈക, ശൈത്വാൻ നിന്റെ മേൽ അധികാരം ചെലുത്തുന്നതിനെ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ബിഹൈസു യുഖയ്യലു ഇലൈക ഇന്തിഖാദ തഹാറതിക വയൽബസു അലൈക, വുളു മുറിഞ്ഞു എന്നുള്ള തോന്നലിട്ട് തരിക, അങ്ങനെ ഒരു ഇൽത്തിബാസ് ഉണ്ടാവുക, ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ശൈത്താന്റെ രീതിയാണത്, കുഴപ്പത്തിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് അതിനെ തൊട്ട് ജാഗ്രത പാലിക്കുകയും വേണം. അനാവശ്യമായ വസ്വാസുകളിൽ എന്ത് ചെയ്യാനും പാടില്ല, കുടുങ്ങാനും പാടില്ല. ഫസ്തഇദ് ബില്ലാഹി മിൻ ശർരി, അതുകൊണ്ട് അതിനുള്ള മാർഗം ശൈത്താനിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് എന്ത് ചെയ്യുക? കാവൽ ചോദിക്കുക. വലാ തൽതഫിത് ഇലാ വസാവസി, അവന്റെ വസ്വാസുകളിലേക്ക് തിരിഞ്ഞോക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഉറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതേപോലെ ചെയ്യുക. അതിനേക്കാൾ കവിഞ്ഞ എന്ത് ചെയ്യാതിരിക്കുക, അതിര് കവിച്ചിനുണ്ടാകാതിരിക്കുക ആ വിഷയത്തിൽ. അതേപോലെ തന്നെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അഹ്ലുൽ ഇൽമിനോട് ചോദിക്കുക. ലിതകൂന അലാ ബസീറത്തിൻ മിൻ അംരിക, ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ബസീറത്ത്, ഉൾക്കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. അതേപോലെ വഹ്തമായി നോമ്പ് ത്വഹാറത്തി സിയാബിക മിനൻ നജാസ, ഇതേപോലെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് പോലെ തന്നെ പ്രാധാന്യം കൊടുക്കണം. എന്തിന്? നിന്റെ വസ്ത്രം ശുദ്ധിയായി സൂക്ഷിക്കുന്നതിൽ എന്ത് ചെയ്യണം? ഈ പ്രാധാന്യം കൊടുക്കണം. ലിതകൂന സ്വലാത്തുക സ്വഹീഹതൻ വഇബാദതുക മുസ്തഖീമ, നിന്റെ നമസ്കാരം എന്താകാൻ വേണ്ടിയിട്ട്, ശരിയാകാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നിന്റെ ഇബാദാത്തുകൾ മുസ്തഖീമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വസ്ത്രവും ശുദ്ധി വരുത്തണം, നല്ല വസ്ത്രം ധരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ ഓരോ മസ്ജിദിലും, അതായത് നമസ്കാരത്തിന്റെ സമയത്ത്, തവാഫിന്റെ വേളകളിൽ, അപ്പോഴെല്ലാം എന്ത് ചെയ്യുക? സീനത്തിനെ അണിയണം, വസ്ത്രം. അത് ഉലമാക്കൾ അതിന് വിശദീകരണം നൽകിയത് എന്താണ്? ഔറത്ത് മറയ്ക്കണം എന്നാണ്. ഔറത്ത് മറയ്ക്കണം എന്ന് ആണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് ചെയ്യുന്നുണ്ട്. ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. അതിനെ വിശദീകരിക്കുന്നുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, കേവലം ഔറത്ത് ധരിക്കൽ നിർബന്ധമാണെന്നുള്ളത് മാത്രമല്ല, മറയ്ക്കൽ നിർബന്ധമാണെന്നുള്ളത് മാത്രമല്ല അത് നൽകുന്നത്. കാരണം അവിടെ ഖുദൂ സീനതകും എന്നാണ് പറഞ്ഞത്, ഔറത്ത് മറയ്ക്കുമെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഔറത്ത് മറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ്? ഭംഗിയാവുക എന്നുള്ള നമസ്കാരത്തിന് ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും ഉചിതമായ നല്ല വസ്ത്രം ധരിക്കുക, നമസ്കാരത്തിന് വേണ്ടി ധരിക്കുക എന്നുള്ളത് ആ ആയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എന്ത് ചെയ്യണം? മുനാജാത്തിന് വേണ്ടിയിട്ട്, അവനുമായി സംസാരിക്കാൻ, അവന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഏറ്റവും നല്ല വസ്ത്രം എന്ത് ചെയ്യണം? ധരിക്കണം. പൊതുവെ ആളുകൾ, പ്രത്യേകിച്ച് നാട്ടുപുറങ്ങളിൽ കാണുന്നൊരു ശരിയാണെന്ത്, നമസ്കാരത്തിന് വരുമ്പോൾ വീട്ടിലെ സാധാരണ ഉടുക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കും. ആ രീതി എന്തല്ല, ഈ ആയത്ത് പ്രകാരം ശരിയല്ല. നമസ്കാരത്തിന് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് വേണ്ടത്. അപ്പോൾ നമസ്കാരം ഏറ്റവും നല്ല രീതിയിൽ നടക്കാനൊക്കെ ഒരു മാനസികമായിട്ടുള്ള ശ്രദ്ധ കിട്ടാനും എല്ലാം അത് ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, തൗബ ചെയ്യുന്നവരെ, നിരന്തരം തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ശുദ്ധി പുലർത്തുന്നവരെയും, നല്ല രീതിയിൽ ശുദ്ധി വരുത്തുന്നവരെയും എന്താണ്? അല്ലാഹുവിന് ഇഷ്ടമാണ്. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് തോന്നുന്നു അല്ലേ?
മുൻ അധ്യായങ്ങൾ വന്നിരുന്നു. അതാരെ കുറിച്ചാണ് പറഞ്ഞത്? ഖുബായിൽ ഉള്ള ചില ആളുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ അവർ കൂടുതൽ എന്ത് ചെയ്യുമായിരുന്നു? ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമായിരുന്നു. അപ്പോൾ ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു മുസ്ലിമിന്റെ രീതി അതാണ്. അവനെന്ത് ചെയ്യണം? എപ്പോഴും നല്ല വൃത്തിയായി മനസ്സും അതേപോലെ തന്നെ ശരീരവും വസ്ത്രവും എല്ലാം ശുദ്ധിയാക്കി നിർത്തുക. അതേപോലെ തന്നെ നമസ്കരിക്കുന്ന സ്ഥലവും എന്ത് ചെയ്യണം? ബുഖായും ശുദ്ധി വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വഫഖന അല്ലാഹു ജമീഅൻ ലിൽ ഇൽമി നാഫിഅ വൽ അമലി സ്വാലിഹ്. പ്രയോജനകരമായി ഇൽമു പഠിക്കാനും സ്വാലിഹായ അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത അധ്യായം കുളിയുമായി ബന്ധപ്പെട്ട മസലയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം.